പരിശുദ്ധൻ മഹോന്നത ദേവൻ, പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, അഖണ്ഡ ആരാധനയുടെ ഭാഗമായി നമ്മൾ നടത്തുന്ന ഈ വചന ശുശ്രൂഷയിലേക്ക് ഇവിടെ ഇന്നായിരിക്കുന്ന ഈ കുടുംബത്തോടൊപ്പം നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ നാമത്തിൽ ഇവിടെയുള്ള വൈദികരുടെ കൂട്ടായ്മയിൽ, സമർപ്പിതരുടെയും പ്രേക്ഷിതരുടെയും കൂട്ടായ്മയിൽ സ്വാഗതം ചെയ്യുന്നു. കുർബാനയിലെ ഈശോ നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പൗലോസിലെ കൊറിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കൽ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും ഈ പാത്രത്തിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവിന്റെ മരണം അവന്റെ പ്രത്യാഗമനം വരെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ നമ്മൾ എന്താണ് ആഘോഷിക്കുന്നത്? കർത്താവിന്റെ മരണം. കർത്താവിന്റെ മരണത്തെ നമ്മൾ ഓർത്ത് ധ്യാനിക്കുന്ന സമയമാണ് ഈ പരിശുദ്ധ കുർബാന അർപ്പണത്തിന്റെ സമയം എന്ന് പറയുന്നത്. അതായത് കർത്താവിന്റെ മരണം എന്ന് പറയുന്നത് ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങിയതിന്റെ ആഘോഷം. മറ്റൊന്നുമല്ല, ഈശോ പിതാവായ ദൈവത്തിന്റെ ഇഷ്ടത്തിന് പരിപൂർണമായിട്ടും കീഴ്വഴങ്ങിയ സമയം. അപ്പോൾ ഈശോ പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന് പരിപൂർണമായിട്ട് കീഴ്വഴങ്ങിയ ആ സമയത്തെ ഓർത്ത് നമ്മൾ ആഘോഷിക്കുകയാണ്. കുർബാന അർപ്പണം ചിലപ്പോൾ 50 മിനിറ്റ് ആകാം, ചിലപ്പോൾ 1 മണിക്കൂർ ആകാം, ചിലപ്പോൾ 1.5 മണിക്കൂർ ആകാം. ഈ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ദൈവഹിതത്തിന് പരിപൂർണമായി കീഴ്വഴങ്ങിയ ഈശോയെ മനസ്സിൽ ധ്യാനിച്ച് ഈശോയെ അങ്ങനെ ആഘോഷമാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട ചിന്ത എന്താണ്? ഇന്നത്തെ ദിവസം പരിപൂർണമായിട്ടും ദൈവഹിതത്തിന് കീഴ്വഴങ്ങണമെന്നുള്ളൊരു ചിന്തയായിരിക്കണം. ദൈവത്തിന് എന്നെ കുറിച്ച് ഒരു ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം എന്തൊക്കെയാണോ അത് പൂർണ്ണമായിട്ടും പൂർത്തിയാകണമെന്നൊരു അടങ്ങാത്ത ആഗ്രഹം എന്റെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കുർബാന കഴിയുമ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്താൽ പ്രേരിതരായിട്ടാകണം നമ്മൾ ഭവനത്തിലേക്ക് പോകുന്നത് തന്നെ. പൗലോസിലെ എഫേസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്: നാം ദൈവത്തിന്റെ കരവേലയാണ്, നാം ചെയ്യാൻ വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ സൽപ്രവർത്തികൾക്കായി യേശു ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതായത് ദൈവം എന്നിലൂടെ പൂർത്തിയാകേണ്ട അനേകം സൽപ്രവർത്തികൾ എന്നെ സൃഷ്ടിച്ചപ്പോൾ തന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട്. കുർബാന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ദൈവം എന്നിലൂടെ പൂർത്തിയാക്കാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ സൽപ്രവർത്തികളും പൂർത്തിയാക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടാകണം. ഒരുപക്ഷെ നമ്മൾ ചില ഞെരുക്കപ്പെടുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാവും. ഇപ്പൊ ഓഫീസിലേറെ പ്രശ്നങ്ങൾ, ഓഫീസിലെ സമ്മർദ്ദങ്ങളെല്ലാം നമ്മൾ ചിലപ്പം ഉള്ളിൽ താങ്ങുന്നുണ്ടാവും. ജോലി മേഖലയെ കുറിച്ച് ഓർത്തുള്ള സമ്മർദ്ദം. ഇപ്പൊ ജോലി മേഖലയെ ഓർത്തുള്ള സമ്മർദ്ദം ഉള്ളതുകൊണ്ട് കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ മക്കളുടെ ആവശ്യങ്ങൾ, മാനസികമായിട്ടുള്ള ആവശ്യങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എങ്കിൽ ദൈവം എന്നിലൂടെ പൂർത്തിയാകാനായിട്ട് ആഗ്രഹിക്കുന്ന സൽപ്രവർത്തികൾ ഞാൻ പൂർത്തിയാക്കുന്നില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കുർബാന കഴിയുമ്പോഴത്തേനുണ്ടല്ലോ തീർച്ചയായിട്ടും കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എന്നിലൂടെ ദൈവം കണ്ടിട്ടുള്ള എല്ലാ സൽപ്രവർത്തികളും പൂർത്തിയാക്കാനുള്ള ഒരു അടങ്ങാത്ത ആഗ്രഹം എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ ഈശോ ജ്വലിപ്പിക്കട്ടെ. എല്ലാവരെയും കുർബാനയിൽ ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ അകലാത്ത രോഗങ്ങൾ
ദിവ്യകാരുണ്യത്തിൻ മുൻപിൽ പൊറുക്കാത്ത പാപങ്ങളില്ല.